ഹലോ ഗൈസ്, എൻ്റെ കളിക്കൂട്ടുകാരൻ, എൻ്റെ കളിത്തോഴൻ. എന്താ പറയാനുള്ള ശ്യാം, ഈ വർഷങ്ങൾ എത്ര നാളായി കണ്ടിട്ട് നമ്മൾ? ഒരു വർഷം കഴിഞ്ഞുള്ള ഞാൻ ഇവരെ നിന്നൊക്കെ ഇങ്ങനെ ഒളിച്ചു നടക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ വൈറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. വൈറ്റില വന്നിട്ട് എനിക്ക് നിന്നെ കണ്ടേ പറ്റുകൊള്ളൂ എന്ന് പറഞ്ഞ് ശ്യാം നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നു. ആൻഡ് ഗൈസ്, കുറേ നാളിന് ശേഷമാണ് വ്ളോഗ് ചെയ്യണത്. ശ്യാം, വ്ളോഗ് മിസ് ചെയ്തായിരുന്നു? എങ്ങനെയാ മിസ് ചെയ്ത്? ഇവൻ മരിച്ചു പോയോ എന്നൊക്കെ ചിന്തിച്ചോ? ഗൈസ്, ഞാൻ ഇവരുടെ അടുത്തുനിന്നൊക്കെ ഭയങ്കര ഗ്യാപ്പായിരുന്നു ഗൈസ്. ഗ്യാപ്പ് വന്നു അല്ലേ? ശ്യാം ചന്ദ്രൻ, നമുക്കൊരു ചായ കുടിക്കാൻ പോയല്ലോ ശ്യാം. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ ഞങ്ങളൊരു ചായ കുടിച്ച് ആസ്വദിക്കട്ടെ ഗൈസ്. ബൈ. വ്ളോഗ് ഇട് പിടിക്ക് എന്തെങ്കിലുമൊക്കെ പറ. പറഞ്ഞോ ഇങ്ങനെ താഴെ ഫോൺ. ഹലോ ഗൈസ്, അപ്പോൾ ഞാനും ശ്യാമും രണ്ട് ചായ കുടിച്ച് ഞങ്ങളുടെ പഴയകാല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കൈരളീൻ്റെ ഓഫീസാണ് ബൈ ദ വേ. യെസ്, അഭിചാരിതമായി കണ്ടുമുട്ടലുകളല്ലേ ഗൈസ് നമ്മളെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ശ്യാമിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കണം, അല്ലെങ്കിൽ ശ്യാമിനെ മെട്രോ കയറ്റി ശ്യാമിൻ്റെ ഹോസ്റ്റലിലോട്ട് വിടണം. ഞാനിനി ഒരു മാസം എറണാകുളത്തുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ശ്യാമിനെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ ശ്യാം? ഇനിയും കാണാമെന്ന്. ശ്യാമൊരു ഓൾ ഇന്ത്യ ട്രാവലറാണ്. ഞാൻ ശ്യാമിൻ്റെ വീഡിയോസ് ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ശ്യാമിൻ്റെ അക്കൗണ്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ട് ശ്യാമിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുക, എന്നെയും സപ്പോർട്ട് ചെയ്യുക. ശ്യാം എന്ന് പറഞ്ഞു, ബ്രോ വ്ളോഗ് എടുക്ക് ബ്രോ അങ്ങനെ പറഞ്ഞു. ഞാൻ ഒരു സ്റ്റോറി ഇട്ടില്ലായിരുന്നു, ആ സ്റ്റോറി ഇപ്പം ഇവിടെ വരും. അതേപോലെ വ്ളോഗ് തുടങ്ങണം, ഒരു ഗ്യാപ്പ് വന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. പക്ഷെ ആ സ്റ്റോറി ഇട്ടിട്ടും എൻ്റെ മനസ്സിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ശ്യാം എന്ന് പറഞ്ഞു, ബ്രോ വ്ളോഗ് ചെയ്തു. യെസ്, ഭയങ്കര സന്തോഷം. എത്രയോ നാളിന് ശേഷമാണ് ശ്യാം ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോൺ പിടിച്ചിങ്ങനെ സെൽഫായിട്ട്. എനിക്ക് മടിയായിരുന്നു ശ്യാം എന്ന് വിളിക്കുന്നതുകൊണ്ട് ഡിസ്റ്റൻസ് ഒന്നും പ്രതീക്ഷിക്കല്. ഓഫ് ക്യാമറ പലതും വിളിക്കും, അങ്ങനെയല്ലല്ലോ ഓൺ ക്യാമറ. ഇതൊക്കെ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. കോളേജിൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായി ഞാൻ വന്നതാണ്. അങ്ങനെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ഉറ്റ തോഴൻ. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ. അതെ 11ഉം 12ഉം ഇവൻ സയൻസ് ആയിരുന്നു, ഞാൻ കൊമേഴ്സ്. ഇവൻ വേറെ ബെൽറ്റായി. പക്ഷെ എന്നാലും ഞങ്ങൾ കമ്പനി ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഒന്നല്ല 6 മുതൽ 12 വരെ ഒരുമിച്ച് പഠിച്ച ഉറ്റ സുഹൃത്തുക്കളെയാണ് നിങ്ങൾ ഈ ഫ്രെയിമിൽ കാണുന്നത്. ശ്യാം, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യും, എന്തെങ്കിലും പറ. വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പൊ ഗൈസ്. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ ബൈ. നോക്കട്ടെ, ഇനി പറ്റുമെങ്കിൽ ഞാൻ വീണ്ടും ഇതേപോലത്തെ കണ്ടന്റ്സ് ചെയ്യാം, അല്ലേ ശ്യാം? ഇത് അപ്ലോഡ് ചെയ്ത് നോക്കണം. ഇത് അപ്ലോഡ് ആക്കിയാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ പ്ലീസ്. ബൈ. അടിക്കി. ശ്യാം പോയി ഗൈസ്. ശ്യാം നിന്നുകൊണ്ടാണ് ഞാൻ അത്രയും എനർജറ്റിക് ആയിട്ട് സംസാരിച്ച്. കുറേ നാളായില്ലേ. ശ്യാം പോയപ്പോൾ വീണ്ടും ഇൻട്രോവേർട്ടായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇടാമെന്നുള്ള ഉറപ്പൊന്നും ഞാൻ തരുന്നില്ല ഗെയ്സ്. പക്ഷേ
നോക്കാം. ബൈ ദ വേ, കുറേ നാളിന് ശേഷം ഞാൻ ഇത്രയും സന്തോഷിച്ചൊരു ദിവസമില്ല. താങ്ക് യു ശ്യാം ഫോർ ദാറ്റ്. ശ്യാം പോയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ യെസ്, പറയാൻ നിന്ന കുറേ കാര്യങ്ങളുണ്ട് കേസ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒന്നും. എല്ലാവരും എല്ലാ സമയവും നന്നായിട്ടിരിക്കട്ടെ.